ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് സോൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു പെയിൻറ്റിംഗ് ടെക്നിക്കുമായിട്ടാണ്. ഒരു വൈറൽ ടെക്നിക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വാട്ടർ കളറിൽ ഒന്നും അറിയാത്ത, പെയിൻറ്റിംഗ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ? അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അല്പം വെള്ളമാണ്. വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്നല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു റൗണ്ട് ബ്രഷിൽ അല്പം വെള്ളം ആക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ പെറ്റൽസ് വരച്ചു കൊടുക്കുന്നത്. എത്ര എളുപ്പമാണല്ലേ ഇതുപോലെ ഒരു 5 പെറ്റൽസ് വരച്ചെടുക്കാൻ. പക്ഷെ ഇനിയാണ് നമ്മളുടെ ഒരു ഫ്ലവർ എങ്ങനെയായി മാറുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പം നമ്മളുടെ ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. നമ്മളിതാ ബ്രഷിൻ്റെ അറ്റത്ത് പെയിൻറ് ലോഡ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പെയിന്റ് നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത സമയത്ത് പെയിന്റ് എല്ലാം സ്പ്രെഡായി. ഇത് നമ്മളുടെ ഫ്ലവറിന് ഒരു നാച്ചുറൽ ഇഫക്റ്റ് ആണ് നൽകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തില്ലേ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. ഈ ഒരു ടെക്നിക്കിന് കൂടുതൽ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പെയിൻറ് ഡിപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു പെയിൻറ് ഡിപ്പ് ചെയ്യേണ്ടത്. എങ്കിലേ അതിൻ്റെ ഒരു കളറെല്ലാം മേളിലോട്ട് സ്പ്രെഡായി പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബഡുകൾ അതുപോലെ തന്നെ ലീഫ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് അല്ല, ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെൻസിൽ എടുത്തിട്ട് എവിടേക്കാണ് ഫ്ലവേഴ്സ് വരേണ്ടത് അതുപോലെ തന്നെ ലീവ്സ് വരേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫ്ലവറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വലിയ 3 ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇങ്ങായിട്ട് കുഞ്ഞു ഫ്ലവേഴ്സ് കൂടി കൊടുക്കുകയാണ്. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നു ചെയ്തു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഫ്ലവേഴ്സിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പെറ്റൽസിൻ്റെ എഡ്ജ് പോർഷനിലെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ പെയിൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ഫ്ലവേഴ്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ്. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ട്രിക്ക് കൂടി യൂസ് ചെയ്യാം. നമുക്ക് ലീവ്സ് ഒന്നുകൂടെ ഒന്ന് നാച്ചുറൽ ആകാൻ വേണ്ടിയിട്ട്, ഒരു നാച്ചുറൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 2 കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ 2 കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെയിൻറ് ഡിപ്പ് ചെയ്യുന്ന പോർഷൻസ് ആണ്. ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് 2 പെയിൻറ്റും കൂടെ ഡിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു എഡ്ജിൽ നിങ്ങൾ ഗ്രീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എഡ്ജിലായിരിക്കണം നെക്സ്റ്റ് പെയിൻറ് ഡിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളുടെ പെയിൻറ്റിങ് നല്ലതാക്കുന്നതും അതുപോലെ തന്നെ ചീത്തതാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്ത ആളുകൾ ഡയറക്റ്റായിട്ട് ബ്രഷ് യൂസ് ചെയ്യരുത്. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബ്ലാങ്ക് പേപ്പറിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ലീവ്സൊക്കെ വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്തിടുക. എന്നതിന് ശേഷം മാത്രമേ ബ്രഷിലേക്ക് പോകാൻ പാടുള്ളൂ.
പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മെല്ലാം നമ്മൾ സിമ്പിളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫില്ലിംഗ് ആണ്. ഫില്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ സ്റ്റെമ്മ്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ലീവ്സ്, ഡോട്ട്സ് എല്ലാം കൊടുത്ത് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളുടെ സെക്കൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഡോട്ട്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ അടുപ്പിച്ച് കൊടുക്കരുത്, ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഡോട്ട്സ് കൊടുക്കാൻ. അതിൻ്റെ ഒരു വൈറ്റ് കളറും ബ്ലാക്ക് കളറും കൂടി മിക്സ് ആയിട്ട് വേണം അത് കിട്ടാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇച്ചിരി ഗ്യാപ്പ് വിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വാട്ടർ കളറിൽ തന്നെ നമ്മൾ ചെയ്തു വരുന്ന വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് എല്ലാ ബിഗിനേഴ്സിനും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.